ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങി. ലാസ്റ്റ് വർക്ക് ഡേ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസമാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ്. അപ്പം ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഫ്രൈഡേ ആകുമ്പോൾ ഒരു വല്ലാത്ത ഹാപ്പിനെസ് ആണ്. കാരണം നെക്സ്റ്റ് 2 ഡേയ്സ് നമുക്ക് വർക്ക് ചെയ്യേണ്ട വീക്കെൻഡ് ആണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഫ്രൈഡേ ആഫ്റ്റർനൂൺ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫുൾ ഒരു വീക്കെൻഡ് മോഡാണ്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പീസ്ഫുൾ ഇതുള്ള സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, ആക്ടിവിറ്റി അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ബിരിയാണി കഴിക്കാനാണ്. ബിരിയാണി കഴിക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനം സന്തോഷമൊക്കെ കിട്ടുന്നത്. അതിപ്പോ ബിരിയാണി എത്ര മോശമാണെന്ന് പറഞ്ഞാലും ബിരിയാണി ആണോ ഞാൻ അത് കഴിച്ചിരിക്കും. അപ്പൊ വീട്ടിൽ ഞാൻ എപ്പോഴും പറയും, ഒരു ഫ്രൈഡേ ഈവനിങ് ഒക്കെ ബിരിയാണി ഉണ്ടാക്കി വെക്കണം. അപ്പൊ എനിക്ക് വീട്ടിൽ വരുമ്പോൾ ബിരിയാണി കഴിക്കാനായിട്ട്. അപ്പം എനിക്ക് അങ്ങനെ ബിരിയാണി എനിക്ക് പീസ്ഫുൾ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് കിട്ടും നല്ല ബിരിയാണി കഴിക്കുമ്പോൾ. അപ്പം ഇപ്പൊന്ന് പറഞ്ഞാൽ വർക്കില്ല, ടോട്ടലി ഫ്രീ ആണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കുറച്ച് നാൾ വർക്കൊക്കെ ചെയ്ത് എനിക്ക് കുറച്ച് ദിവസം റെസ്റ്റ് ഒക്കെ എടുക്കാന്നുള്ള ഇതാണ്. അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്കൊരു ബിരിയാണി വേണം. അത് ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടില് മിക്ക സൺഡേയും ബിരിയാണി ഉണ്ടാക്കാറുണ്ടെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു ഐറ്റം മിസ്സിംഗ് ആയിരിക്കും. ഒന്നെങ്കിൽ പിക്കിള് കാണില്ല, അല്ലെങ്കിൽ പപ്പടം കാണില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ മുട്ട കാണില്ല, അല്ലെങ്കിൽ സാലഡ് കാണില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം മിസ്സിംഗ് ആയിരിക്കും. ഇന്ന് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് എല്ലാ സാധനം A to Z കാര്യങ്ങളെല്ലാം ഉണ്ട് ഇന്നത്തെ നമ്മുടെ ബിരിയാണിക്കകത്ത്. അപ്പൊ അത് വളരെ പീസ്ഫുൾ ആയിട്ട് ഇന്ന് കഴിച്ച് എൻജോയ് ചെയ്ത് ആ ഒരു പീസ്ഫുൾ ഫ്രൈഡേ, നോട്ട് വർക്കിംഗ് ഡേ, ബട്ട് ടോട്ടലി ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം വളരെ പീസ്ഫുൾ ആയിട്ടുണ്ട് ബിരിയാണി കഴിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബിരിയാണി കഴിക്കുന്ന കുറച്ച് പേർക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്റെ ബിരിയാണി തീറ്റയും ഫുഡ് കഴിപ്പും കാരണം ജീവിക്കാൻ വയ്യെന്ന്. എന്നാലും വേറെ നിവർത്തിയില്ല, ഇതൊക്കെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കാം. കാരണം എനിക്ക് കുറെ നാൾ കഴിയുമ്പോൾ എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ ഐ ഷുഡ് തിങ്ക്, ഓക്കെ അന്ന് ഇങ്ങനെയായിരുന്നു. സോ ദിസ് ഇസ് ജസ്റ്റ് ഓൾ അബൌട്ട് ഡോക്യുമെന്റേഷൻ വാട്ട്സ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ്. സോ പറഞ്ഞ് തീർച്ചിപ്പിക്കുന്നില്ല, ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോ ബിരിയാണി വരട്ടെ, എന്നിട്ട് ബാക്കി കളിക്കാം. അപ്പോൾ നമ്മുടെ ഹൈദരാബാദി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്മെല്ലൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. Our paths may cross again. I saw the rising sun glitter in your eyes. If the golden day should come, I'll see you down the line. സോ നമ്മുടെ ബിരിയാണി റെഡിയായി. ബിരിയാണി ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ബിരിയാണിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇന്നുണ്ട്. പൈനാപ്പിൾ സാധാരണ ബിരിയാണിക്ക് എത്തില്ല, പക്ഷെ ഇന്ന് നമ്മൾ ഇട്ടിട്ടില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പൈനാപ്പിൾ അല്ലാണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് എടുത്ത് കഴിക്കാൻ ഇഷ്ടം. അപ്പൊ പൈനാപ്പിൾ സെപ്പറേറ്റ് ഉണ്ട്, പപ്പടമുണ്ട്, ദെൻ സാലഡ്, ഡേറ്റ്സ് പിക്കിൾ, പിന്നെ അവസാനം നമുക്ക് സ്വീറ്റ് ആയിട്ട് കഴിക്കാൻ ഗുലാബ് ജാമുൻ, ദെൻ സുലൈമാനി. അങ്ങനെ എല്ലാ ഐറ്റംസും കൂടി കൂടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ബിരിയാണി കോംബോ ആണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പൊ ബിരിയാണി വിളമ്പാം. Well, high time lingers on, I feel it in the wind. And though we may be gone, our paths may cross again. I saw the rising sun glitter in your eyes. If the golden day should come, I'll see you down the line. Spring is coming up, you can hear it in the fields. As the river rolls along, oh how could this be real? I howl at the moon, will catch you by surprise. And the golden days will come. അപ്പൊ നമുക്ക് ബിരിയാണി കഴിച്ചു നോക്കാം.
സുലൈമാൻ. പിന്നെ തന്നാ ചിക്കൻ ഇച്ചിരി ഉപ്പ് മമ്മി പറഞ്ഞാലുണ്ട്. പക്ഷെ കുഴപ്പമില്ല, റൈസിന് ചിക്കൻ ഇച്ചിരി ഉപ്പ് കൂടിപ്പോലുണ്ട്. പക്ഷെ റൈസും കൂടി വരുമ്പം പെർഫെക്റ്റ്. ഞാൻ ആദ്യമേ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ബിരിയാണി എത്ര കൊള്ളത്തില്ലെങ്കിലും ബിരിയാണി ആണോ ഞാൻ കഴിക്കും. എത്ര കൊള്ളത്തില്ലെങ്കിലും കഴിക്കും. ദാറ്റ് മീൻസ് ബിരിയാണി ഇസ് നോട്ട് ഗുഡ്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ബിരിയാണി എത്ര കൊള്ളത്തിൽ കഴിക്കുന്ന പറഞ്ഞാൽ അങ്ങനല്ല. ഈ ബിരിയാണി ഇസ് ഗുഡ്. ലാസ്റ്റ് ടൈം ഉണ്ടാക്കിയത് അടിപൊളിയായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞ. പക്ഷെ അന്ന് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി കയറ്റി പിടിച്ചു. അപ്പൊ ഇച്ചിരി കൂടിപ്പോയി, അങ്ങനെ ഇതേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല, റൈസും കൂടി വരുമ്പോ ബ്ലെൻഡ് ആയി പോകുന്നുണ്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. അതാ ബിരിയാണി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. സൂപ്പർ. Well, high time lingers on, I feel it in the wind. And though we may be gone, our paths may cross again. I saw the rising sun glitter in your eyes. If the golden day should come, I'll see you down the line. Spring is coming up, you can hear it in the fields. As the river rolls along, oh how could this be real? A howl at the moon will catch you by surprise. And the golden days will come, I'll see you down the line. But it's all been said before, nothing's certain, that's for sure. So honey, take good care, you'll be fine. Oh, I'll see you down. So that's the short and crisp, എന്താ പറയാ, സോറി, കുറെ നാളത്തെ ഒരു ആഗ്രഹം കം ട്രൂ with all the elements of biryani together. So let me peacefully have this biryani. Or with another video, I'll be coming back soon. Till then, stay tuned. And if you like this video, please do like, share, comment, and subscribe. And ഇതൊരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കി ഒരു വീക്കെൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ബിരിയാണി എൻജോയ് ചെയ്യൂ with your family. See you